മൈക്ക് ചെക്ക് 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 ചെക്ക്. ശാന്തരാകൂ, ശാന്തരാകൂ, ശാന്തരാകൂ. ലേഡീസ് ആൻഡ് മാൻ. കാരണം ആരെ കണ്ടിട്ട് ജെന്റിലായിട്ട് തോന്നുന്നില്ല. എന്റെ ആ സിംബോസിയം ഒന്ന് തുടങ്ങാൻ. ഈ 3 പേരൊഴിച്ച് ഇവരെ കണ്ടിട്ട് ജെന്റിലാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, റിമോട്ട് അമ്മാവൻ മുന്നിലിരിക്കുന്ന ആളുടെ മുതുകത്ത് കാലെടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഗ്ലാസ് ചേട്ടനാണെങ്കിൽ മൂക്കൊലിപ്പും. എന്നെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു. പനി പിടിച്ചെന്ന് തോന്നുന്നു. ഓ, ഈ ലൈറ്റർ ചേട്ടൻ എത്ര നേരമായിട്ട് കഴുത്തിൽ ചൊറിഞ്ഞോണ്ടിരിക്കുക. തീപ്പൊരി വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കുവാണോ? ഇങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെ ജെന്റിൽമാൻ എന്ന് പറയും? ഇത് കാണുമ്പോ എനിക്ക് കവിത ചൊല്ലാൻ തോന്നുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകൃതിയിലെ ഒരു അത്ഭുതമാണ്. എന്നാൽ ഞാൻ എല്ലാവരോടും പറയുന്നു ബാക്കി പറ. തുമ്മൽ വന്നു ചേട്ടാ. ഇനി ഞാൻ പറയത്തില്ല. തുമ്മലിന് ശേഷം ഞാൻ കാര്യങ്ങളെ സംസാരിക്കൂ. എന്റെ ആ സിംബോസിയം ഒന്ന് തുടങ്ങാൻ. ഇതിലും ഭേദം ഞാൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതായിരുന്നു. തുടങ്ങാം. നിങ്ങൾക്ക് ആർക്കും ഒരു പേഷ്യന്റ് ഇല്ലല്ലോ. ഫാഷനല്ല, ബേസനാണ്. മൈക്ക് ചെക്ക്. ഇനി നിങ്ങളെ കാണാൻ വരുന്നു ഈ സിംബോസിയത്തിന്റെ ഓർഗനൈസർ ദുർബലൻ ചേട്ടൻ. ഇദ്ദേഹത്തിന്റെ അഖാഡയിൽ വെച്ച് ഈ കവിതാ സിംബോസിയം അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദുർബലൻ ചേട്ടനെ പ്രകീർത്തിക്കുന്ന 2 വാക്കുകൾ ഞാൻ പറയുന്നു. ദുർബലൻ ചേട്ടൻ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്തു പറയാനാ? ഇനിയൊന്നും പറയുന്നില്ല. കാരണം തുമ്മൽ വന്നതിന് ശേഷം ഞാൻ എന്റെ വാക്കുകളെല്ലാം തുടച്ചു കളഞ്ഞു. നല്ല കവിതകൾ വരും. പുസ്തകത്തിന്റെ താളുകൾ കീറിയും പുറത്തു വരും. തുപ്പല് തേച്ച് താളുകൾ മറിച്ചുകൊണ്ട് പുറത്തു വരും. എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. നല്ല നല്ല കവിതകൾ വരും. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഇവിടെ വന്നിരിക്കുന്ന പ്രശസ്തരായ കവികള്. രാത്രിയിൽ അടിച്ചു കൊല്ലുന്നു കൊതുകിനെ, പകലടിക്കുന്നു ഈച്ചയെ. രാത്രിയിൽ അടിക്കുന്നു കൊതുകിനെ, പകലടിക്കുന്നു ഈച്ചയെ. നമ്മുടെ ആദ്യത്തെ കവി തക്കീന്ദർ സിംഗ് തലയിണ. ഒരു ഹലോ പറയുന്നേ. ഹലോ എല്ലാവർക്കും ഹലോ ഉണ്ട് കേട്ടോ. ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെന്നേ. എടാ തലയണ ചേട്ടാ, 2 മിനിറ്റ് നീ ഒന്ന് കണ്ണു തുറക്ക്. ഇൻട്രൊഡക്ഷന് വേണ്ടി 2 വാക്ക് പറയ്. ഞാനൊന്ന് ഉറങ്ങട്ടെന്നേ. രാത്രിയിൽ ഉറങ്ങുന്നു, പക്ഷെ പകലല്ല. നീ വലിയ തലയണയൊക്കെ ആയിരിക്കും, പക്ഷെ കവിയൊന്നും അല്ല. അയ്യോ അമ്മാവാ, കവിത തുടങ്ങി. ആ കാലിന്ന് മാറ്റിക്ക, ഞാൻ എന്ത് കാണട്ടെ. അത് നിന്റെ കാല് തന്നെ, എടുത്തു മാറ്റിട്ട് കണ്ടോ. എല്ലാവരും ശാന്തരാകൂ. എന്നിട്ട് ഇതൊന്ന് കേൾക്കൂ. ഫ്രീ ആയി കിട്ടുന്നു മല്ലിയില, അത് 2 കിലോ തക്കാളി വാങ്ങുമ്പോൾ. ഫ്രീ ആയി കിട്ടുന്നു മല്ലിയില, അത് 2 കിലോ തക്കാളി വാങ്ങുമ്പോൾ. ഇനി അടുത്തതായി ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത് ആ കവിയുടെ പേരാണ്. ഇനി പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തുമ്മല് വന്നില്ലേ? ഇനി തുടച്ചിട്ട് വരാം. പേജ് നമ്പർ 17. മൂല മടക്കി വെച്ചിരിക്കുന്നു. സമോസയിലുള്ള എണ്ണ പറ്റിയിരിക്കുന്നു. കാത്തിരുന്ന് കഴുത്തൊടിഞ്ഞു. നിശബ്ദതയുടെ 1000 വശങ്ങൾ. ഇത് കവിതയായിരുന്നോ? എന്റെ തലയുടെ ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വാ, ഞങ്ങൾ കിടന്നൊന്ന് ഉറങ്ങട്ടെ. നല്ലൊരു സ്വപ്നം കളഞ്ഞില്ലേ? ഈ ഉറക്കത്തിൽ ഞാനൊരു നല്ല സ്വപ്നം കാണുമായിരുന്നു. ഇനി ഞാൻ ഉറങ്ങട്ടെ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നല്ല കവിത മാത്രം ഇല്ല, പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. നല്ല കവിതകൾ വരും. പുസ്തകത്തിന്റെ താളുകൾ കീറിയും വരും. തുപ്പല് തേച്ച്
താളുകൾ മറിച്ചുകൊണ്ടും പുറത്തു വരും. നല്ല കവിതകൾ വരും. വരും 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 വരുമെന്നല്ല, വന്നു. ബാക്കിയൂടെ കേക്ക്. എടോ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ. താൻ കവിത ചൊല്ല്. നമ്മുടെ മൂന്നാമത്തെ കവി വളരെ സ്മാർട്ടാണ്. ഒരു ടൈ പോലും കെട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരാണ് ചോട്ട റോള ഫോൺ. കണ്ടാൽ ചോട്ടയാ, പക്ഷെ ഇദ്ദേഹത്തിന്റെ റോള ഭയങ്കര വലുതാ വലുതാ വലുതാ. ചീത്ത ഭക്ഷണം കഴിച്ചാൽ വയറിനൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഈ അറിവ് കിട്ടിയതിനു ശേഷം ഭക്ഷണം കഴിക്കേ. ഞങ്ങൾ അതൊക്കെ പിന്നെ പഠിച്ചോളാം. ആദ്യം നീ നിന്റെ കവിത ഒന്ന് ശരിക്കും ചൊല്ല്. മെലിഞ്ഞവൻ എന്നാ കോമഡിയാ ചേട്ടാ. ഞാനിങ്ങനെ വയറ് പത്തി പിടിച്ച് ചിരിച്ചാലുണ്ടല്ല, ആരുടെയെങ്കിലും ഒക്കെ ടി വി നിന്ന് പോകും. എങ്കിൽ അവനെ ആ സ്റ്റേജിലോട്ട് കയറ്റ്. എനിക്ക് തോന്നുന്നു ഇവനാണ് ഇന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ പോകുന്നെന്ന്. നല്ല കവിത വരും. ഇവൻ തന്നെ അത് ചൊല്ലും. ചെല്ല്, അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുചെല്ല്. ഇതാ നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു 3 പുതിയ കവികൾ. നേരത്തെ ഉള്ളതൊക്കെ വെറും തല്ലിപ്പൊളിയായിരുന്നെ. അപ്പോൾ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവരുടെ പേരാണ് അയ്യോ, ഇനി പറയാൻ പറ്റത്തില്ല, എല്ലാം തുടച്ചു കളഞ്ഞ. 12 മണിക്കൂർ രാത്രിയാണേൽ 12 മണിക്കൂർ പകൽ. 12 മണിക്കൂർ രാത്രിയാണേൽ 12 മണിക്കൂർ പകൽ. സൂര്യോദയം. ഇതെന്തായിരുന്നടാ? ബ്രിട്ടീഷുകാർ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഒരു കവിത ഇങ്ങനെ നശിപ്പിക്കുവോ? ഇനി ഞാൻ കവിത ചൊല്ലാം. പച്ചക്കറിയാണ് ചീര തക്കാളി കിഴങ്ങ്. എല്ലാരും പറയുന്നു ലെട്ടയാണ് കിഴങ്ങനെന്ന്. ഇനി ഞാൻ പറയാം. നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയാൽ നമുക്ക് കിട്ടും ഫൈൻ. എപ്പോഴും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ടൈം ആകും, വേസ്റ്റ്. ഇനി എന്റെ ഊഴം. നടന്ന് നടന്ന് വഴിയെല്ലാം മെലിഞ്ഞു പോയി ഗ്രാമത്തിൽ. ഇന്നലെ വളരെ നല്ലൊരു കവിതയാ ചൊല്ലിയത് കേട്ടോ. ദുർബലൻ ചേട്ടന്റെ വകയായി നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്താ കെട്ടുന്നേ? പറയാൻ പറ്റത്തില്ല ചേട്ടാ, തുമ്മല് വന്ന കാരണം പറയാനുള്ളതും പ്രൈസും ഒക്കെ തുടച്ചു കളഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ തുടക്കാതെ നിന്നിരുന്നെങ്കിൽ കുറെ കാര്യം കൂടെ പറയാറുണ്ടല്ലോ. ജയിക്കുന്നത് ഞാൻ, പ്രൈസ് കിട്ടുന്നതും എനിക്ക്. കേക്ക്, അഖാഡയിൽ സിംപോസിയം നടത്തി ആരെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഇല്ലെങ്കിലേ വാങ്ങുന്നതിന് പകരം കൊടുക്കേണ്ടി വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ശരിയല്ലേ? ഈ പറഞ്ഞതിൽ അത്ര രസമൊന്നും ഇല്ല. ഇതിനകത്ത് മുഴുവൻ ചെളിയാന്ന് തോന്നുന്നു. ചെളി പുറമേ കാണുന്ന പ്രയോജനമൊന്നും ഇല്ല. ഇതിലും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തില. കുട്ടിയുടെ മാർക്ക് പറയുമ്പോ പപ്പ പറയും അടുത്തോട്ട് പോവാ, അടിക്കത്തില്ല എന്ന്. എന്റെ ചേട്ടാ ഒന്ന് എഴുന്നേക്ക്, പ്രൈസ് കയ്യിൽ പോകാം. പോവാ. ഞാനൊന്ന് കിടന്നു ഉറങ്ങട്ടെ. ഇനി ഞാൻ കവിത ചൊല്ലാം. ഒരു വേദന നിറഞ്ഞ കവിതയാ ചൊല്ലുന്നേ. ആരും എന്നെ പ്രേരിപ്പിക്കാറില്ല. ഞാൻ എന്റെ മനസ്സ് പറയുന്ന ചെയ്യും. ബാത്റൂമിൽ ചെരുപ്പിട്ടോണ്ട് ഞാൻ കൈകുത്തി നിൽക്കും. എടാ, ഇതില് വേദന എവിടായിരുന്നെന്ന് അറിയോ? എവിടെയാ? എന്റെ തലയ്ക്ക്. ഇനി ഞാനൊന്ന് പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം. ട്രെയിൻ പോകുമായിരുന്നു പാളത്തിലൂടെ, അടഞ്ഞു പോയി റെയിൽവേ ഗേറ്റ്. നാടകം. ഇവന്റെ കവിത കേട്ടിട്ട് എന്റെ ബാറ്ററിയുടെ ലൈഫ് കൂടുമെന്നാ തോന്നുന്നത്. ഇനി എന്റെ ഊഴമാണ്. അല്ല, എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. നിന്റെ കവിത കേട്ടിട്ട് ഇപ്പൊ പ്രശ്നം ഞങ്ങൾക്കടാ ഉണ്ടാകുന്നേ.
ഉത്സവത്തിന് വന്നു തടിയുള്ള ചേച്ചി. നിന്റെ വായിൽ താഴിട്ട് പൂട്ടിയിട്ട് താക്കോല് ദൂരെ കളയണം. ആളുകളുടെ നിറഞ്ഞ കയ്യടിയോട് കൂടി ഉറപ്പായിരിക്കുന്നു ഇന്നത്തെ സിംബോസിയത്തിൽ വിജയികളായി സമ്മാനം വാങ്ങാൻ പോകുന്നത് ലട്ട, ഗോലി, പിന്നെ ഹഗോള. ഗോള, ഗോള, ഗോള. ഇവർക്ക് ലഭിക്കുന്നു ദുർബലൻ ചേട്ടന്റെ വകയായി സമ്മാനം. വേണ്ട വേണ്ട വേണ്ട, ഇത്തവണ പറയാതെ വിടത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നു പാലിന്റെയും തൈരിന്റെയും നെയ്യുടെയും 3 ഫാക്ടറി. ഏയ്, ആ, അയ്യോ ഇതെന്താ? അത് പോട്ടെ, എന്തായാലും പ്രൈസ് തന്നെ അല്ലേ. ആ,